السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين رب العالمين. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹിയുടെ മദാരിജ് സാലിക്കീൻ എന്ന ഗ്രന്ഥത്തിലെ അഅ്മാൽ ഖുലൂബുകൾ ക്രോഡീകരിച്ച ഇക്സീർ എന്ന കിതാബിൽ അടുത്ത മൻസിലത്തുൽ മുറാഖബ, മൻസിലത്തുൽ മുറാഖബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ഷിക്കുക, സർവിലിയൻസ് നോക്കുക അർത്ഥത്തിൽ. قال الله تعالى, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹി പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, يعلم خائنة الأعين وما تخفي الصدور. സൂറത്ത് ഗാഫിറിലെ 19-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു ഖായിനത്തുൽ അഅ്യുൻ, കണ്ണിന്റെ കട്ടുനോട്ടവും, വമാ തുഖ്ഫി സുദൂർ, കണ്ണുകളുടെ കട്ടുനോട്ടവും, നെഞ്ചുകളിൽ ഒളിപ്പിച്ചിട്ടുള്ള ഗോപ്യമാക്കിയിട്ടുള്ളത് എന്താണോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. വഫി ഹദീസ് ജിബ്രീൽ അലൈഹിസ്സലാം അന്നഹു സഅല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഇഹ്സാൻ. വളരെ പ്രശസ്തമായ ദീനിന്റെ അടിസ്ഥാനങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ് ജിബ്രീലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചോദിക്കുകയുണ്ടായി ഇഹ്സാനെ സംബന്ധിച്ച്. ഫഖാല ലഹു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്സാൻ എന്താണെന്ന് പറയുന്നിടത്ത് പറഞ്ഞു, അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാ ഫഇന്നഹു യറാക്. നീ അല്ലാഹുവിനെ ആരാധിക്കലാണ് നീ അവനെ കാണുന്നത് പോലെ, നീ അവനെ കാണുന്നില്ല എങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്നുള്ളത്. അൽ മുറാഖബത്തു, നീ എന്താണ് മുറാഖബത്ത്? മുറാഖബത്ത് എന്ന് പറഞ്ഞാൽ ദവാമു ഇൽമിൽ അബ്ദി വതയഖുനിഹി ബിത്തിലാഇൽ ഹഖ് അലാ ളാഹിരിഹി വബാതിനിഹി. ദവാമു ഇൽമിൽ അബ്ദ്, ഒരടിമയ്ക്ക് എപ്പോഴും ബോധ്യമുണ്ടാവുക, അറിവുണ്ടാവുക, വതയഖുനിഹി ബിത്തിലാഇൽ ഹഖ് അലാ ളാഹിരിഹി വബാതിനിഹി, ദൃഢമായ നിശ്ചയമുണ്ടാവുക, ഹഖായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരസ്യവും രഹസ്യവും എല്ലാം നോക്കുന്നുണ്ട്, അല്ലാഹു അറിയുന്നുണ്ട്, കാണുന്നുണ്ട് എന്നുള്ള ആ ദൃഢമായ നിശ്ചയത്തിനാണ് എന്ത് പറയുന്നത്, മുറാഖബത്ത് എന്ന് പറയുന്നത്. ഫസ്തദാമതുഹു ലിഹാദൽ ഇൽമി വൽ യഖീൻ ഹിയൽ മുറാഖബ. ഈ ഒരു അറിവിൽ സ്ഥിരതയുണ്ടാവുക, അല്ലെങ്കിൽ ഈ ഒരു ദൃഢതയിൽ എപ്പോഴും ഒരേപോലെ ഈ അറിവും ബോധ്യവും ഉണ്ടാവുക എന്നുള്ളതിനാണ് മുറാഖബ എന്ന് പറയുന്നത്. അത് എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ഏത് സന്ദർഭത്തിലാണെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും എപ്പോഴാണെങ്കിലും ഈ ബോധം ഉണ്ടാവുക, അല്ലെങ്കിൽ ഇതിനെ പരിഗണിക്കുക എന്നുള്ളതാണ് മുറാഖബ. വഹിയ സമറതു ഇൽമിഹി ബിഅന്ന അല്ലാഹ സുബ്ഹാനഹു റഖീബുൻ അലൈഹി. ഇത് ഉണ്ടാകുന്നത്, ഈ മുറാഖബത്ത് ഉണ്ടാകുന്നത് എന്തിന്റെ സമറത്താണ്, എന്തിന്റെ വിഭവമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് അറിവുണ്ടാകും, അവന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും, അന്ന അല്ലാഹ സുബ്ഹാനഹു റഖീബുൻ അലൈഹി, അല്ലാഹു അവന്റെ മേലെ റഖീബാണ്, എപ്പോഴും മേൽനോട്ടം വഹിക്കുന്നവനാണ്, നോക്കിക്കാണുന്നവനാണ്. നാദിറുൻ ഇലൈഹി, അവനെ നോക്കുന്നവനാണ്. സാമിഉൻ ലിഖൗലിഹി, അവന്റെ വാക്ക് കേൾക്കുന്നവനാണ്. വഹുവ മുത്തലിഉൻ അലാ അമലിഹി കുല്ല വഖത്തിൻ വകുല്ല ലഹ്വത്തിൻ, എല്ലാ സമയത്തും എല്ലാ സെക്കൻഡുകളിലും എല്ലാ മൊമെന്റുകളിലും അല്ലാഹു തആല അവന്റെ കർമ്മങ്ങൾ നോക്കുന്നുണ്ട് എന്നുള്ള ആ ബോധം, ആ അറിവിൽ നിന്നാണ് ഈ മുറാഖബത്ത് ഉണ്ടാകുന്നത്. വകുല്ല നഫ്സിൻ വകുല്ല തുർഫത്ത് ഐൻ, എല്ലാ നിശ്വാസത്തിലും എല്ലാ കണ്ണിമവട്ടയിലും എല്ലാ സമയത്തും അള്ളാഹു നോക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ കാഴ്ചക്കും അള്ളാഹുവിന്റെ കേൾവിക്കും അള്ളാഹുവിന്റെ അറിവിനും മുമ്പിലാണ് ഞാൻ എന്നുള്ള അറിവിന്റെ ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുറാഖബത്ത് ഉണ്ടാകുന്നത്. വൽഗാഫിലു അൻ ഹാദാ ബിമഅ്സിലി അൻഹാലി അഹ്ലിൽ ബിദായ, ഇതിനെക്കുറിച്ച് അശ്രദ്ധമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുലേക്കുള്ള ദർജയിൽ തുടക്കക്കാരായിട്ടുള്ള ആള് തന്നെ ഒഴിവായ പോലെയാണ്. അതായത് ഈ മുറാഖബത്ത് എന്നുള്ള മൻസിലത്ത്, അതിനെക്കുറിച്ച് ഒരാൾ അശ്രദ്ധനാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിലേക്കുള്ള യാത്രത്തിലെ ഏറ്റവും ബേസിക് മൻസിലത്തുകൾ തന്നെ, ബേസിക് സ്ഥലങ്ങളിൽ തന്നെ ഒരാൾ ഒഴിവായതിന് തുല്യമാണ് മുറാഖബത്ത് ഇല്ലാതിരിക്കുക എന്നുള്ളത്. ഫകൈഫ ബിഹാലിൽ മുരീദീൻ ഫകൈഫ ബിഹാലിൽ ആരിഫീൻ. അങ്ങനെയുള്ളപ്പോ, അതായത് അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ആരംഭഘട്ടത്തിലുള്ള ആളുകൾ തന്നെ, ആളുകളിൽ പോലും ഉണ്ടാകേണ്ട കാര്യമാണ് മുറാഖബത്ത്. അപ്പോ ഇതിനെക്കുറിച്ച് അശ്രദ്ധ ആവുക എന്ന് പറഞ്ഞാൽ ബേസിക് സ്റ്റെപ്പിൽ തന്നെ പോയി എന്നർത്ഥം. അങ്ങനെയാവുമ്പോൾ അള്ളാഹുവിലേക്ക് മുന്നിട്ടിട്ടുള്ള, അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്ക് ഇതിനെ തൊട്ട് അശ്രദ്ധമായാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? وقال ذنون
റഹിമഹുല്ലാ ദുന്നൂൻ അൽ മിസ്രി സലഫുകളിൽ വളരെയധികം സായിദായിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു കാണാം, അലാമത്തുൽ മുറാഖബത്തി, മുറാഖബത്തിന്റെ അടയാളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസാറു മാ അൻസലല്ലാഹ്, അള്ളാഹു ഇറക്കിയതിന് ഒരു പ്രാതിനിധ്യം കൊടുക്കുക, അതിനൊരു മുൻഗണന, അതിനൊരു പ്രാധാന്യം കൊടുക്കുക. അതായത് നമ്മുടെ സ്വന്തം താല്പര്യങ്ങളെക്കാൾ ഇഷ്ടങ്ങളെക്കാൾ എല്ലാം അള്ളാഹു തആല ഇറക്കിയ അവന്റെ ദീന്, ഖുർആൻ, ഹദീസ്, ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. വതഅലീമു മാ അഅ്ളമ അല്ലാഹ്, അള്ളാഹു തആല മഹത്വപ്പെടുത്തിയതിനെ മഹത്വപ്പെടുത്തുക. വതസ്ഗീറു മാ സഗറ അല്ലാഹ്, അള്ളാഹു തആല നിസ്സാരവൽക്കരിച്ചതിനെ നിസ്സാരമായി കാണുക. അതായത് അള്ളാഹു ഇറക്കിയതിന് പ്രാധാന്യം കൊടുക്കുക, അള്ളാഹു മഹത്വപ്പെടുത്തിയതിന് മഹത്വം കൽപ്പിക്കുക, അള്ളാഹു നിസ്സാരമാക്കിയതിനെ നിസ്സാരപ്പെടുത്തുക. وقال أبو حفص لأبي عثمان النيسابوري رحمه الله, അബൂ ഹഫ്സ്, അബൂ ഉസ്മാൻ നൈസാബൂരിയോട് ഒരിക്കൽ പറയുകയുണ്ടായി. അബൂ ഉസ്മാൻ നൈസാബൂരിയുടെ ദർസുകൾ ധാരാളം ആളുകൾ പങ്കെടുക്കാറുണ്ട്, അദ്ദേഹത്തിൽ നിന്ന് ഹദീസുകൾ കേൾക്കാനും പഠിക്കാനുമെല്ലാം. അപ്പോൾ ഒരു ദിവസം അബൂ ഹഫ്സ് അദ്ദേഹത്തെ ഉപദേശിക്കുകയാണ്, ഇദാ ജലസ്ത ലിന്നാസി ഫകുൻ വാഇദൻ ലിഖൽബിക വനഫ്സിക, നീ ജനങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ജനങ്ങൾ നിന്നിൽ നിന്ന് ദീന് കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന സന്ദർഭത്തിൽ നീ നിന്റെ സ്വന്തത്തിനോട്, നിന്റെ ഖൽബിനോട് വാഇദാവുക, അഥവാ ഉപദേശിക്കുക. വലാ യഗുറന്നക ഇജ്തിമാഉഹും അലൈക, ആളുകൾ, ഇത്രയോ ആളുകൾ ഒരുമിച്ച് കൂടി ആളുകൾ നിന്റെ മുമ്പിൽ ഇരിക്കുന്നു എന്നുള്ളത് നിന്നെ വഞ്ചിക്കരുത്. ഫഇന്നഹും യുറാഖിബൂന ളാഹിറക, അവർ കാണുന്നത് അല്ലെങ്കിൽ അവർ നോക്കുന്നത് നിന്റെ ബാഹ്യത്തിലേക്കാണ്. വല്ലാഹു യുറാഖിബു ബാത്തിനക, അള്ളാഹു നോക്കുന്നതോ നിന്റെ രഹസ്യത്തിലേക്കാണ്, നിന്റെ ബാത്തിനിലേക്കാണ് അള്ളാഹു നോക്കുക എന്നുള്ളത് പറയാം. അതായത് പല ആളുകളും അവർ സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനം കിട്ടി, അല്ലെങ്കിൽ ആളുകൾ അവർക്ക് സ്ഥാനം കൊടുക്കുന്നു, ബഹുമാനം കൊടുക്കുന്നു, ആളുകളൊക്കെ അവർക്കൊരു വില കൊടുക്കുന്നു തോന്നുമ്പോൾ അവരൊക്കെ ഓർമ്മിക്കേണ്ട ഒരു വാക്കാണിത്. കാരണം അവരൊക്കെ, ജനങ്ങളൊക്കെ, ആളുകളൊക്കെ എന്താ കാണുന്നത്, നീ വാഹിറായിട്ടുള്ളതിന്റെ അവസ്ഥയാണ്. എന്നാൽ നിന്റെ ബാത്തിൻ, നിന്റെ ഉള്ളിൽ എന്താണ്, നിന്റെ രഹസ്യമായ കർമ്മങ്ങൾ എന്താണ്, പ്രവർത്തനങ്ങൾ എന്താണെന്ന് അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. وأرباب الطريق مجمعون على أن مراقبة الله في الخواطر سبب لحفظه في حركات الظواهر. അർബാബു ത്വരീഖ്, അള്ളാഹുലേക്ക് മുന്നിടുന്ന ആളുകൾ, അതിൽ മുഴുകിയിട്ടുള്ള, അല്ലെങ്കിൽ അതിൽ ഗവേഷണം നടത്തിയിട്ടുള്ള, അതിൽ അറിവുള്ള ആളുകൾ, അവർ ഏകോപിച്ചിട്ടുള്ള കാര്യമാണ് അവനവന്റെ ചിന്തകളിൽ അള്ളാഹുവിന്റെ മുറാഖബത്തിനെ പരിഗണിക്കുക. അഥവാ ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ അള്ളാഹു അറിയുമല്ലോ എന്ന നിലക്ക് അതിനെ ശ്രദ്ധിക്കുന്നവർ, ആ ശ്രദ്ധിക്കുക എന്നുള്ളത് സബബുൻ ലിഹിഫ്ളിഹി ഫി ഹറകാത്തി ബവാഹിർ, അവന്റെ ബാഹ്യമായിട്ടുള്ള ചലനങ്ങൾ സംരക്ഷിക്കപ്പെടാനുള്ള ഒരു കാരണമാണ്. അഥവാ ഇത് അറിയപ്പെട്ടൊരു കാര്യമാണ്. ഈ തരത്തിലുള്ള ആളുകൾ എല്ലാം, സുലൂക്കിന്റെ ആളുകൾ എല്ലാം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ചിന്തകൾ എന്താണോ അതാണ് നമ്മുടെ കർമ്മങ്ങളിലേക്ക് നയിക്കുക. നമ്മുടെ ചിന്തകൾ ഒരു ദിവസം നമ്മുടെ കർമ്മമായി തീരും. അപ്പോൾ ചിന്തകളിൽ അള്ളാഹു അറിയുന്നുണ്ട്, അള്ളാഹുവിന്റെ മുറാഖബത്ത് ചിന്തകളിൽ പരിഗണിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബാഹ്യമായിട്ടുള്ള കർമ്മങ്ങൾ സംരക്ഷിക്കപ്പെടാൻ അതൊരു കാരണമാകും. ചിന്തകളുടെ മേലെ വിചാരണ ചെയ്യപ്പെടുകയോ കുറ്റമുണ്ടോ എന്നല്ല, പക്ഷേ ചിന്തകൾ നമ്മളെ കർമ്മങ്ങളിലേക്ക് നയിക്കും. ഫമൻ റാഖബല്ലാഹ ഫീ സിർരിഹി, ആരാണോ അവന്റെ രഹസ്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത്, അള്ളാഹു നോക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്നുള്ളത് ഗൗരവത്തിൽ കാണുന്നത്, ഹഫിളഹുല്ലാഹു ഫീ ഹറകാതിഹി ഫീ സിർരിഹി വഅലാനിയതിഹി, അല്ലാഹു തആല അവന്റെ ചലനങ്ങൾ, അത് രഹസ്യത്തിലും പരസ്യത്തിലുമെല്ലാം അല്ലാഹു തആല അവനെ സംരക്ഷിക്കും. വൽ മുറാഖബത്ത് എന്നുള്ളത് ഹിയ തഅബ്ബുദു ബിസ്മിഹി, അത് അള്ളാഹുവിന്റെ ചില നാമങ്ങളെ കൊണ്ടുള്ള തഅബ്ബുദാണ്. അഥവാ മുറാഖബത്ത് എന്നുള്ളത് ആ മൻസിലത്ത് തെളിയിച്ചു കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ചില നാമങ്ങളെ മനസ്സിലാക്കുന്നത് കൊണ്ടും അതിലൂടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന കാര്യമാണ്. ഏതൊക്കെയാണ് നാമങ്ങൾ? റഖീബ് എന്നുള്ള നാമം, വൽ ഹഫീദ് എന്ന് പറഞ്ഞാൽ കാത്ത് സൂക്ഷിക്കുന്നവൻ, കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നവൻ, സൂക്ഷിച്ചു വെക്കുന്നവൻ എന്നർത്ഥം. റഖീബ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നോക്കുന്നവൻ, മേൽനോട്ടം വഹിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിൽ. അൽ അലീം, അറിവ്, അള്ളാഹു അറിയുന്നവനാണ്. സമീഅ, കേൾക്കുന്നവനാണ്. അൽ ബസീർ, കാണുന്നവനാണ്. ഫമൻ അഖല ഹാദിഹിൽ അസ്മാ, ഈ നാമങ്ങളെ ആരാണോ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുന്നത്, വതഅബ്ബദ ബിമുഖ്തദാഹാ, ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന അനുസരിച്ച് ഇബാദത്ത് ചെയ്യുന്നത്, ഹസലത് ലഹുൽ മുറാഖബ, അവന് മുറാഖബത്തിന്റെ മൻസിലത്ത് നേടാൻ സാധിക്കും. അതായത് ഒരാൾക്ക് മുറാഖബത്ത് തഹ്ഖീഖ് ചെയ്യണം, അല്ലെങ്കിൽ മൻസിലത്ത് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഈ നാമങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. റഖീബ്, അൽ ഹഫീദ്, അൽ അലീം, അൽ സമീഅ, അൽ ബസീർ എന്നീ നാമങ്ങൾ. അടുത്ത മൻസിലത്ത് മൻസിലത്തുൽ ഇഖ്ലാസ്.
വളരെ പ്രധാനപ്പെട്ട ഒരു മഞ്ജിലത്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കത എന്നെല്ലാം പറയുന്ന മഞ്ജിലത്ത്. قال الله تعالى الله سبحانه وتعالى പറഞ്ഞു وما امروا الا ليعبدوا الله مخلصين له الدين സൂറത്തുൽ ബയ്യിനയിലെ 5-ാമത്തെ ആയത്ത്. അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇഖ്ലാസോട് കൂടി അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. وقال لنبيه صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നബിയെ പറയുക, എന്റെ നിസ്കാരം, എന്റെ അറവുകൾ, എന്റെ ജീവിതം, എന്റെ മരണം എല്ലാം അല്ലാഹുവിനാണ്. ലാ ശരീക ലഹു, അവനൊരു പങ്കുകാരുമില്ല. വബിദാലിക ഉമിർതു അന അവ്വലുൽ മുസ്ലിമീൻ, അതാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, ഞാൻ മുസ്ലിമീങ്ങളിൽ ഒന്നാമനാകുന്നു. സൂറത്തുൽ അൻആമിലെ 162-163 ആയത്തുകളാണ്. وقال الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. സൂറത്തുൽ മുൽക്കിലെ 2-ാമത്തെ ആയത്തിൽ പറഞ്ഞു അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, ജീവിതവും മരണവും സൃഷ്ടിച്ചവനാണ് അവൻ. ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടി, ഇഹ്സാനോടുകൂടി അമൽ ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടി. قال الفضيل بن عياض رحمه الله, ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി ഹുവ അഖ്ലസുഹു വ അസ്വബുഹു, ഈ അഹ്സനു അമല. അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു യാ അബു അലി എന്താണ് അഹ്സനു അമല എന്ന് പറഞ്ഞാൽ അതിന്റെ തഫ്സീർ എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ഹുവ അഖ്ലസുഹു വ അസ്വബുഹു, അത് ഏറ്റവും നിഷ്കളങ്കമായതും ഏറ്റവും ശരിയായതുമാണ്. ഖാലു യാ അബ അലി മാ അഖ്ലസുഹു വ അസ്വബുഹു, യാ അബ അലി എന്താണ് അഖ്ലസുഹു വ അസ്വബുഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ഏറ്റവും നിഷ്കളങ്കമായത് ഏറ്റവും ശരിയായത് എന്ന് പറഞ്ഞാൽ? ഫഖാല ഇന്നൽ അമല ഇദാ കാന ഖാലിസൻ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു അമൽ, ഒരു കർമ്മം അത് നിഷ്കളങ്കമായതാണ് എങ്കിൽ വലം യകുൻ സവാബൻ, ശരിയായിക്കൊള്ളുന്നില്ല, ലം യുഖ്ബൽ, അത് സ്വീകരിക്കപ്പെടില്ല. വൈദാ കാന സവാബൻ, ഒരു കർമ്മം അത് ശരിയാകാം, വലം യകുൻ ഖാലിസൻ, അതുകൊണ്ട് അത് നിഷ്കളങ്കമായി കൊള്ളുന്നില്ല, ലം യുഖ്ബൽ, അങ്ങനെ ആവുമ്പോഴും അത് സ്വീകരിക്കപ്പെടില്ല. ഹത്താ യകൂന ഖാലിസൻ സവാബൻ, അത് ഇഖ്ലാസോടു കൂടിയാകുന്നതും സവാബ് ശരിയാകുന്നതും വരെ. വൽ ഖാലിസ് ആകുന്നതെന്ന് പറഞ്ഞാൽ അൻ യകൂന ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ആകലാണ്. വസ്സവാബ്, സവാബ് എന്ന് പറഞ്ഞാൽ അൻ യകൂന അല സുന്ന, സുന്നത്തിന്റെ മേലാവുക, സുന്നത്തനുസരിച്ചാവുക എന്നതാണ്. ثم قرأ قوله تعالى, പിന്നെ ഈ ആയത്ത് പാരായണം ചെയ്തു സൂറത്തുൽ കഹ്ഫിലെ 110-ാമത്തെ ആയത്ത്. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ പറയുക, ഞാൻ നിങ്ങളെ പോലെ ഒരു മനുഷ്യനാണ്, പക്ഷെ എനിക്ക് വഹി നൽകപ്പെടുന്നുണ്ട്. എന്താണ് വഹി നൽകപ്പെടുന്നത്? നിങ്ങളുടെ ഇലാഹ് ഒരൊറ്റ ഇലാഹാണ്. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി, ആരാണോ അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് പ്രതീക്ഷിക്കുന്നത്, ഫലിയഅമൽ അമലൻ സാലിഹ, അവൻ സൽക്കർമ്മം ചെയ്യട്ടെ എന്നുള്ളത്. അപ്പോൾ ഇതിൽ ലിഖാ റബ്ബിഹി ഫലിയഅമൽ അമലൻ സാലിഹൻ, ഇന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ് ഇഖ്ലാസാണ്, ഫലിയഅമൽ അമലൻ സാലിഹ ഇത്തിബാഅാണ്, സവാബാണ്. അപ്പോൾ ഈ പറഞ്ഞത് വെച്ചാൽ ഒരു കർമ്മം സ്വീകരിക്കണമെങ്കിൽ ഇഖ്ലാസും ഇത്തിബാഉം, ഇഖ്ലാസോട് കൂടി ആയിരിക്കണം, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തനുസരിച്ചായിരിക്കണം. അങ്ങനെയാണ് അഹ്സനു അമല ആവുകയുള്ളൂ. ഇഖ്ലാസ് ഇല്ലാതെ ഒരു കർമ്മം അഹ്സനു അമല ആവുകയില്ല. അഹ്സനു അമൽ അഥവാ ഇഹ്സാനോട് കൂടി അമൽ ചെയ്യാനാണ് അല്ലാഹു തആല നമുക്ക് മരണവും ജീവിതവും എല്ലാം സംവിധാനിച്ചിട്ടുള്ളത്. وقال تعالى, الله تعالى പറഞ്ഞു ومن أحسن دينا ممن أسلم وجهه لله وهو محسن. സൂറത്ത് നിസായിലെ 125-ാമത്തെ ആയത്താണ്. വമൻ അഹ്സനു ദീനൻ, ആരാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ദീനുള്ളത്? മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, അവൻ അല്ലാഹുവിലേക്ക് അവന്റെ വജ്ഹിനെ, വജ്ഹ് എന്ന് പറഞ്ഞാൽ മുഖം എന്നുള്ള അർത്ഥമാണ്, അവന്റെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം കീഴൊതുക്കുന്നത്. വലില്ലാഹി വഹുവ മുഹ്സിനുൻ, അതിൽ ഇഹ്സാനോട് കൂടി. ഫഇസ്ലാമുൽ വജ്ഹി ലില്ലാഹി തആല ഇഖ്ലാസുൽ ഖസ്ദി വൽ അമൽ ബിഹി, അല്ലാഹുവിലേക്ക് അല്ലെങ്കിൽ പിന്നെ വജ്ഹിനെ അല്ലാഹുവിലേക്ക് കീഴൊതുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ഇഖ്ലാസ്, നിഷ്കളങ്കമാവുക, ലക്ഷ്യം നിഷ്കളങ്കമാവുക, ഇഖ്ലാസുൽ ഖസ്ദ്. വൽ അമലി ലഹു, അതനുസരിച്ച് കർമ്മം ചെയ്യുക എന്നതാണ്. വൽ ഇഹ്സാനു ഫീഹി, അതിൽ ഇഹ്സാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ മുതാബഅത്തു റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വസുന്നതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സുന്നത്തും പിൻപറ്റലാണ്. അതായത് ഈ ആയത്തിൽ അസ്ലമ വജ്ഹഹു എന്നുള്ളത് ലില്ലാഹ് എന്നുള്ളത് ഇഖ്ലാസും വഹുവ മുഹ്സിനുൻ എന്നുള്ളത് ഇത്തിബാഉമാണ് എന്ന്. وقال النبي صلى الله عليه وسلم لسعد بن ابي وقاص, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവോട്, അദ്ദേഹം ഹജ്ജിന് പോയ സന്ദർഭത്തിൽ അവിടെ വെച്ച് രോഗിയായി തിരിച്ച് മദീനയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കില്ലയോ, മുഹാജിറാണ്, അപ്പോൾ വീണ്ടും മക്കത്ത് ഹിജ്റ ചെയ്യപ്പെട്ട മഹ്ജൂറാക്കപ്പെട്ട ഒരു സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുമോ എന്നുള്ള വിഷമത്തിലായിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നക ലൻ തുഖല്ലഫ
ഫതഅമല അമലൻ, നീ ഇനി ഇവിടെ ബാക്കിയാണെങ്കിലും അതാ മക്കത്തായി പോവാണ്, പക്ഷെ എന്നാലും നീ ഒരു സൽക്കർമ്മം ചെയ്താൽ തബ്തഗി ബിഹി വജ്ഹ അല്ലാഹ്, അള്ളാഹിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് എങ്കിൽ തആല ഇല്ലാ ഇസ്ദത്ത ബിഹി ഖൈറ, അതുകൊണ്ട് നിനക്ക് ഖൈർ വർദ്ധിക്കാതിരിക്കുകയില്ല, വദർജതൻ വരിഫഅതൻ, നിന്റെ ദർജയും ഉയർച്ചയും എല്ലാം ഉണ്ടാകും. അഥവാ ഇനി മദീനത്ത് മടങ്ങാൻ പറ്റാതിരിക്കുമെന്ന് വിഷമിച്ചപ്പോ സഅദ് ബിൻ അബി വഖാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിക്കുകയാണ്, ഇവിടുന്ന് നീ സൽക്കർമ്മം ചെയ്താലും അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചാണെങ്കിൽ നിനക്ക് പ്രതിഫലം ഉണ്ടാകും. വഅഖ്ബറ അൻ അവ്വലി സലാസത്തിൻ തുസഅറു ബിഹിമുൻ നാർ, അതുപോലെ മറ്റൊരു ഹദീസിൽ സഹീഹ് മുസ്ലിമിലെല്ലാം ഉദ്ധരിച്ചിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ നമുക്കറിയാം, നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണ്, ആദ്യമായി നരകത്തിൽ വെന്തുരിക്കപ്പെടുന്ന കത്തിക്കപ്പെടുന്ന മൂന്നാളുകൾ: ഖാരിഉൽ ഖുർആൻ, ഖുർആൻ അറിവുള്ള ഖുർആൻ പഠിച്ചിട്ടുള്ള വ്യക്തി, ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തി, വൽ മുജാഹിദ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന വ്യക്തി, വൽ മുതസദ്ദിഖ്, സദഖ നൽകുന്ന വ്യക്തി, ബിമാലിഹി, അവരുടെ സമ്പത്ത് കൊണ്ട്. അല്ലദീന യഫഅലു ദാലിക്, ഈ കാര്യങ്ങളെല്ലാം അവർ ചെയ്തിട്ടുണ്ട്, നല്ല കാര്യങ്ങളാണ്, സൽക്കർമ്മങ്ങളാണ്, ഒരു സംശയമില്ല. പക്ഷേ ലിയുഖാൽ, അവരോട് അവർ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർ പറയപ്പെടണം, അവരെ പറ്റി പറയപ്പെടണം. ഫുലാനുൻ ഖാരിഉൻ, ഇന്നാലിന്റെ വ്യക്തി നല്ല ഖുർആൻ ഓതുന്ന ആളാണ്. ഫുലാനുൻ ശുജാഉൻ, ഇന്നാലിന്റെ ജിഹാദിന് പോകുന്ന വ്യക്തി ധീരനാണ്. ഫുലാനുൻ മുതസദ്ദിഖുൻ, ഇന്നാലിന്റെ സ്വതക്ക കൊടുക്കുന്ന വ്യക്തി അവൻ നല്ല ദാനധർമ്മനാണ്. വലം തകുൻ അഅമാലുഹും ഖാലിസത്തൻ ലില്ലാഹ്, പക്ഷെ അവരുടെ കർമ്മങ്ങൾ എന്തായില്ല? അവർ ചെയ്തത് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന് വേണ്ടി മാത്രമായില്ല. വഫിൽ ഹദീസ് സഹീഹിൽ ഇലാഹി യഖൂലു അല്ലാഹു തആല, മറ്റൊരു ഖുദ്സിയായ ഇലാഹിയായിട്ടുള്ള ഹദീസിൽ അല്ലാഹു തആല പറഞ്ഞു, അനാ അഗ്ന ശുറകാഇ അനിശ്ശിർക്ക്, ഒരു പങ്കുകാർ ആവശ്യമില്ലാത്ത വിധം, ഒരു പങ്കു ചേർക്കൽ ആവശ്യമില്ലാത്ത വിധം ധന്യനായിട്ടുള്ളവൻ ഞാനാണ്. അള്ളാഹുവിന് ഒരു തരത്തിലും ഒന്നിലും പങ്കുകാർ ആവശ്യമില്ല. മൻ അമില അമലൻ, ആരെങ്കിലും ഒരു കർമ്മം ചെയ്യുകയാണ്, അശ്റക ഫീഹി ഗൈരി, ആ കർമ്മത്തിൽ എന്നോടൊപ്പം വേറൊരാളെ പങ്കു ചേർത്തുകൊണ്ട്, വേറൊരാൾക്ക് വേണ്ടി, വേറൊരാൾ കാണാൻ വേണ്ടി, വേറൊരാൾ കേൾക്കാൻ വേണ്ടി, എന്ത് തരത്തിലാവട്ടെ, ഫഹുവ ലില്ലദി അശ്റക ബിഹി, അത് ആ പങ്കു ചേർത്തവനുള്ളതാണ്. അഥവാ അള്ളാഹുവിനാണെങ്കിൽ അള്ളാഹുവിന് മാത്രമായിരിക്കണം. അള്ളാഹുവിനോടൊപ്പം ഒരാളെ വെച്ചാൽ കർമ്മമൊത്തം അയാൾ എടുത്തോട്ടെ, അള്ളാഹുവിന് അത് ആവശ്യമില്ല. വാന മിൻഹു ബരിയു, ഞാൻ അവനിൽ നിന്ന് ഒഴിവാണ്, എനിക്ക് ആ കർമ്മം ആവശ്യമില്ല, ഞാൻ അതിൽ നിന്ന് ഒഴിവാണ്. وفي الصحيح عنه صلى الله عليه وسلم, മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും, അല്ലാഹു നിങ്ങളുടെ ശരീരത്തിലേക്കോ നിങ്ങളുടെ കോലത്തിലേക്കോ രൂപത്തിലേക്കോ ഒന്നുമല്ല നോക്കുന്നത്, വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, പക്ഷേ കർമ്മത്തിലേക്കാണ്. അഥവാ ഒരു കർമ്മം ചെയ്യുമ്പോൾ നല്ല വേഷത്തിട്ടാണോ, നല്ല രീതിയിലാണോ, നല്ല രൂപത്തിലാണോ, അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോൾ സുജൂദ് കൃത്യമാണോ, റുക്കൂ കൃത്യമാണോ, ആവണം. പക്ഷെ അത് മാത്രമല്ല അള്ളാഹു നോക്കുന്നത്, ആ കർമ്മം ചെയ്യുമ്പോൾ അവരുടെ ഖൽബിൽ എന്താണ്, അത് അള്ളാഹുവിന് വേണ്ടിയാണോ ഇഖ്ലാസോട് കൂടിയാണോ എന്നുള്ളതാണ്. വഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലൻ യനാല അല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു അത്തഖ്വാ മിൻകും, സൂറത്തുൽ ഹജ്ജിലെ 37ാമത്തെ ആയത്താണ്. രണ്ട് മുശ്രിക്കീങ്ങൾ അവർ അറവ് നടത്തി കഴിഞ്ഞാൽ അതിന്റെ രക്തവും മാംസവും എല്ലാം കഅബയുടെ ചുമരുകളിൽ, കഅബയുടെ പുറത്ത് കൊണ്ടുപോയി വെക്കുകയും അതിലേക്ക് എറിയുകയും എല്ലാം ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതിനെ മറുപടി ആയിക്കൊണ്ട് അള്ളാഹു പറയാണ്, ലൻ യനാല അല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ, ആ നിങ്ങൾ അറവ് നടത്തിയ ആ മൃഗങ്ങളുടെ മാംസമോ രക്തമൊന്നും അള്ളാഹ്ക്ക് ആവശ്യമില്ല, അതൊന്നും അള്ളാഹിലേക്ക് എത്തണമില്ല, നിങ്ങൾ അവിടെ കൊണ്ടുപോയി വെച്ചോണ്ട് അള്ളാഹ്ക്ക് അത് കിട്ടാൻ പോകുന്നൊന്നുമില്ല. വലാകിൻ യനാലുഹു അത്തഖ്വാ മിൻകും, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹു തആലക്ക് ആവശ്യമായിട്ടുള്ളത് നിങ്ങളിൽ നിന്നുള്ള തഖ്വയാണ്. അഥവാ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട്, ഉദ്ദേശം ഇഖ്ലാസോട് കൂടിയാണ് അത് ചെയ്യുന്നത് എന്നുള്ളതാണ്. വഖദ് തനവ്വഅത് ഇബാറതുഹും ഫിൽ ഇഖ്ലാസ് വൽ ഖസ്ദു വാഹിദുൻ, ഇഖ്ലാസിനെ കൊണ്ടുള്ള ആശയം അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശങ്ങൾ, അതിന്റെ ആശയമൊക്കെ ആകെ വരുന്നത് ഒറ്റ ലക്ഷ്യമാവുക എന്നുള്ളതാണ്. വഖീല, ചിലർ പറഞ്ഞിട്ടുണ്ട്, ഹുവ ഇഫ്റാദുൽ ഹഖ് സുബ്ഹാനഹു ബിൽ ഖസ്ദ് ഫി ത്വാഅ, അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ, അനുസരണം കാണിക്കുന്നതിൽ ലക്ഷ്യമായിക്കൊണ്ട് അള്ളാഹുവിനെ ഏകനാക്കലാണ് എന്നുള്ളത് പറഞ്ഞത് കാണാം. വഖീല, മറ്റു ചിലർ പറഞ്ഞു, തവഖി മിൻ മുലാഹദത്തിൽ ഖൽഖി ഹത്താ അൻ നഫ്സിക്, സൃഷ്ടികൾ നോക്കുന്നുണ്ട്, സൃഷ്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതിനെ തൊട്ടും, അതായത് നീ നിന്റെ സ്വന്തത്തിൽ തന്നെ നിനക്ക് വേണ്ടി എന്ന നിലക്ക്, അല്ലെങ്കിൽ നിനക്ക് വേണ്ടി എന്നല്ല, നീ കാണുന്നുണ്ട് എന്ന നിലക്ക്, നീ കാണാൻ വേണ്ടി എന്ന നിലക്ക്, അങ്ങനെയുള്ള കാര്യത്തിൽ നിന്നെല്ലാം സംരക്ഷിക്കപ്പെടുന്ന, അതിൽ നിന്നെല്ലാം സംരക്ഷിക്കുന്നതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. വസ്തുദുഖ്, സിദുഖ് എന്ന് പറഞ്ഞാലോ പലപ്പോഴും ആളുകൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ്, ഇഖ്ലാസും സിദുഖും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സിദുഖ് എന്ന് പറഞ്ഞാൽ തനഖി മിൻ മുതാലഅത്തിൻ നഫ്സ്, ചെയ്തൊരു കാര്യം അതിനെ
ഞാൻ അങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നുള്ള നിലക്ക് സ്വന്തത്തിൽ പരിശോധിക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നതിനാണ് സിദ്ഖ് എന്ന് പറയാം. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ പുറത്തു നിന്ന് ഒരാൾ, ആ പുറത്തു നിന്ന് എന്ന് പറയുമ്പോൾ അത് നിന്റെ സ്വന്തം തന്നെ ആകാം, അവൻ കാണാൻ വേണ്ടി, അവൻ ഇതാവാൻ വേണ്ടി നന്നാക്കി ചെയ്യുന്നതിനാണ് പിന്നെ അതിൽ നിന്നെല്ലാം സംരക്ഷിക്കുന്നതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അവസ്ഥയിൽ സംരക്ഷിക്കുന്നതിന്. സിദ്ഖ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കർമ്മം അത് ഒന്ന് പരിശോധിച്ചിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു എന്ന നിലക്ക് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് സിദ്ഖ് എന്ന് പറഞ്ഞാൽ. ഒന്നുകൂടി എളുപ്പത്തിലുള്ള ഒരു താരീഫായിട്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു കാണാറുള്ളത്, അൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ തൗഹീദുൽ മുറാദ്, വസിദ്ഖ് എന്ന് പറഞ്ഞാൽ തൗഹീദുൽ ഇറാദ. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ തൗഹീദുൽ മുറാദ് അഥവാ ലക്ഷ്യത്തിലുള്ള തൗഹീദിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്, ലക്ഷ്യം അള്ളാഹു മാത്രമാവുക. സിദ്ഖ് എന്ന് പറഞ്ഞാൽ തൗഹീദുൽ ഇറാദ, ഒരാളുടെ ഉദ്ദേശം, അവൻ ചെയ്യുന്നതിന്റെ ഉദ്ദേശം അള്ളാഹു മാത്രമാവുക. ഫൽമുഖ്ലിസു ലാ റിയാ ലഹു, ഒരാൾ ഇഖ്ലാസ് ഓടുകൂടിയുള്ള ആളാവണമെങ്കിൽ, മുഖ്ലിസ് ആണ് എങ്കിൽ അവന് റിയാ ഉണ്ടാവുകയില്ല. വസ്സാദിഖ് ലാ ഇഅ്ജാബ ലഹു, ഒരാൾ സാദിഖാണ് എങ്കിൽ, സിദ്ഖുള്ളവനാണെങ്കിൽ അവന് ഉജുബ് ഉണ്ടാവുകയില്ല. വലാ യതിമുൽ ഇഖ്ലാസ് ഇല്ലാ ബിസ്സിദ്ഖ്, സിദ്ഖ് കൊണ്ടല്ലാതെ ഇഖ്ലാസ് പരിപൂർണമാവുകയില്ല. വല സിദ്ഖ് ഇല്ലാ ബിൽ ഇഖ്ലാസ്, ഇഖ്ലാസ് കൊണ്ടല്ലാതെ സിദ്ഖും പരിപൂർണമാവുകയില്ല. അഥവാ സിദ്ഖും ഇഖ്ലാസും വളരെ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഒരേ ഒരു നിലക്ക് നിൽക്കുന്നതാണ്. അതിൽ ഒന്നുകൂടിയും അഖസ്സാണ് സിദ്ഖ്, ഇഖ്ലാസിനേക്കാൾ ഒന്നുകൂടിയും പ്രത്യേകമായിട്ടുള്ളതാണ് സിദ്ഖ്. അതുകൊണ്ടാണ് ചില ഇമാം ഔസാഇ റഹിമഹുല്ലാഹ് എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളത് തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഇഖ്ലാസിൽ സിദ്ഖ് ഉണ്ടാവുക എന്നുള്ളത് അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. വലാ യതിമ്മാൻ ഇല്ലാ ബിസ്സബ്ർ, എന്നിട്ട് ഇബ്നു ഖയ്യിം പറയാണ്, ഇനി ഇഖ്ലാസും സിദ്ഖും ഒക്കെ പരിപൂർണമാകണമെങ്കിൽ സബർ കൊണ്ടല്ലാതെ അത് പരിപൂർണമാവുകയില്ല. നല്ല സബർ ഉണ്ടെങ്കിലേ ഇഖ്ലാസും സിദ്ഖും ശരിയാവുകയുള്ളൂ. വഖീല, മറ്റു ചിലർ പറഞ്ഞത് കാണാം, വൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നിസ്യാനു റുഅ്യത്തിൽ ഖൽഖി ബിദവാമിൻ നദ്രി ഇലൽ ഖാലിഖ്, സൃഷ്ടികളുടെ നോട്ടത്തെ മറന്നു പോകലാണ്, എപ്പോഴും അള്ളാഹുവിനു വേണ്ടി, ഖാലിഖായ സൃഷ്ടാവായ അള്ളാഹുവിനു വേണ്ടിയാണ് എന്നുള്ള ബോധത്തിൽ സൃഷ്ടികളുടെ നോട്ടത്തെ മറന്നു പോകലാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. അഥവാ ഇപ്പോൾ അയാൾ ഒറ്റക്കൊരു കർമ്മം ചെയ്യുകയാണെങ്കിൽ ആരും കാണുന്നില്ല, ഇനി കുറെ ആളുകളുടെ നടുവിൽ കർമ്മം ചെയ്യുകയാണെങ്കിലും അയാൾക്ക് എന്താണ് അവസ്ഥ, അയാൾ ഖാലിഖിലേക്ക് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്, അതുകൊണ്ട് ചുറ്റുമുള്ള സൃഷ്ടികളെ മറന്നു പോകലാണ്. വമൻ തസയ്യന ലിന്നാസി ബിമാ ലൈസ ഫീഹി സഖത മിൻ ഐനില്ലാഹ്, ജനങ്ങൾക്ക് വേണ്ടി ഒരാൾ അവർക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്, പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി അവർ അവരുടെ കർമ്മം നന്നാക്കുകയാണ്, ഒന്ന് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ കണ്ണിൽ അവൻ വീട് പോകും, അള്ളാഹുവിന്റെ കണ്ണിൽ അവന് സ്ഥാനമുണ്ടാവില്ല. വമിൻ കലാമിൽ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞ വാക്കുകളിൽ കാണാം, തർക്കുൽ അമലി മിൻ അജ്ലിൻ നാസി റിയാഉൻ, ജനങ്ങൾക്ക് വേണ്ടി കർമ്മം ഒഴിവാക്കുക എന്നുള്ളത് റിയാ ആണ്. അഥവാ ജനങ്ങൾ കാണും, ഞാൻ ഇവിടെ ചെയ്യണ്ട. ഇപ്പൊ ചില ആളുകൾ ഉണ്ടാവും, അങ്ങനെ ആളുകൾ കാണുള്ളൂ, ഇവിടെ ചെയ്ത ആളുകൾ കണ്ടാലോ അന്ന നിലക്ക് അത് ഒഴിവാക്കൽ റിയാ ആണ്. വൽ അമലു മിൻ അജ്ലിൻ നാസി ശിർക്കുൻ, ജനങ്ങൾ കാണാൻ വേണ്ടി ഒരാൾ കർമ്മം ചെയ്താലോ, അവിടെ ആൾക്കാരുണ്ടാവും, അപ്പൊ ഞാൻ ഈ കർമ്മം ഇവിടെ ചെയ്യാം എന്ന് ചെയ്താലോ ശിർക്കാണ്. വൽ ഇഖ്ലാസ് അയ്യുആഫിയക അല്ലാഹു മിൻഹുമാ, ഇഖ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടിൽ നിന്നും അള്ളാഹു നിനക്ക് ആഫിയത്ത് നൽകുന്നതിനാണ്, നിനക്ക് സംരക്ഷണം നൽകുന്നതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു വാക്കാണ്. ചില ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളത് ചില കർമ്മങ്ങൾ അത് ആളുകൾ കാണും, ആളുകൾ കണ്ടാൽ ഞാനിത് ചെയ്യുന്ന ആളാന്ന് അറിയും എന്ന നിലക്ക് ഒഴിവാക്കാമെന്നാണ്. അങ്ങനെ ധരിച്ചു വെച്ച ആളുകളുണ്ട്. അങ്ങനെയല്ല, ആളുകൾ കാണും വെച്ചിട്ടൊരു കർമ്മം ഒഴിവാക്കിയത് റിയാ ആണ്. കാരണം ആ കർമ്മം ആർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്, ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന പോലെയാണ്. പക്ഷെ അങ്ങനെയല്ല, അള്ളാഹുലേക്ക് വേണ്ടി ചെയ്യുക, അത് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക, അത് ശരിയാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കർമ്മം ഒഴിവാക്കാൻ പാടില്ല. അതേസമയം ആളുകൾ കാണാൻ വേണ്ടിയിട്ടാണ്, ആൾക്കാർ കണ്ടോട്ടെ എന്ന് ചെയ്താലോ അത് ശിർക്കുമാണ്, അത് ശിർക്കാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടിൽ നിന്നും നിനക്ക് രക്ഷ ലഭിക്കലാണ്. ആഫാത്തുൻ തഅലു ലിൽ അബ്ദി ഫി അമലിഹി, ഇനി ഒരു അടിമ കർമ്മം ചെയ്യുമ്പോൾ അവന് പ്രകടമാകുന്ന അല്ലെങ്കിൽ അവനിൽ ഉണ്ടാകുന്ന, അവൻ നേരിടേണ്ടി വരുന്ന ചില ദോഷങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അവന്റെ മുമ്പിൽ കുഴപ്പങ്ങളായിട്ടുണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. യഅലമു ലിൽ ആമിലി ഫി അമലിഹി സലാസു ആഫാത്ത്, ഒരടിമ ഒരു കർമ്മം ചെയ്യുമ്പോൾ 3 അപകടങ്ങൾ അവനുണ്ട്. അവന് ആ കർമ്മം സംഭവിക്കുമ്പോൾ അവന് 3 അപകടങ്ങൾ സംഭവിക്കാം. അതായത് ഒരു കർമ്മം ഇഖ്ലാസോടു കൂടി ആകുന്നതിൽ തടസ്സമാകുന്ന, അല്ലെങ്കിൽ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിന് പാളിച്ച് അതിന് കുറവായിട്ട് വരുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന് റുഇയതുഹു വ മുലാഹദതുഹു, അത്
ആളുകൾ കാണുക, ആളുകൾ അറിയുക എന്ന നിലക്ക് പിന്നെ ചെയ്യുന്ന ഒരവസ്ഥ, അത് വിട്ടിട്ട് അല്ലാത്ത നിലക്ക് അവനെന്ത് ചെയ്യുക, അതിനെ മനസ്സിലാക്കുക എന്നുള്ളത്. അതായത് അവന് ആ കർമ്മം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ആളുകൾ കാണാൻ വേണ്ടിയിട്ടല്ല എന്ന നിലക്ക് അവനാകണം. വത്വലബുൽ ഇവദി അലൈഹി, രണ്ടാമത്തെ ഒരു അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെയ്ത കർമ്മത്തിന് പകരം തേടുക. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു, അപ്പൊ എനിക്ക് ഇന്നതൊക്കെ വേണം എന്ന നിലക്ക് ഉണ്ടാവുക. മൂന്നാമത്തേത് വരി അല്ലാഹു ബിഹി വസുക്കൂനുഹു ഇലൈഹി, അതിലങ്ങോട്ട് തൃപ്തിപ്പെടുക. ഞാൻ ഇതൊക്കെ ചെയ്തു എന്നുള്ള നിലക്ക് അവൻ അതിലങ്ങോട്ട് തൃപ്തിപ്പെട്ട അവസ്ഥ. ഈ മൂന്ന് അപകടം എന്തുണ്ടാകും, കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവും. സൽക്കർമ്മം ചെയ്യുന്ന ആളുകളുടെ കാര്യം പറയാം. നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഈ മൂന്ന് അപകടം വരാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന്, അതിനെ പിന്നെ ആളുകൾ കാണും, ആളുകൾ ശ്രദ്ധിക്കണം, ആ നിലക്കുള്ളത് ആളുകൾ നോട്ടീസ് ചെയ്യണം നിലക്ക്. രണ്ട്, ഞാൻ ചെയ്തതിന് പകരം കിട്ടണം എന്ന നിലക്ക്, അതിന് യോഗ്യനാണ് എന്ന നിലക്ക്. മൂന്ന്, ഞാൻ ചെയ്തല്ലോ എന്ന നിലക്കുള്ള ആ അവസ്ഥ. ഈ മൂന്നെണ്ണത്തിനെ പറ്റി ഇബ്നു ഖയ്യിം പറയുന്നുണ്ട്. ഫല്ലദി യുഖല്ലിസുഹു മിൻ റുഅയതി അമലിഹി, അവന്റെ കർമ്മത്തെ ആളുകൾ നോട്ടീസ് ചെയ്യുന്നതിലും അതുപോലെ ആളുകൾ കാണുന്ന അതിനൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗം, രക്ഷപ്പെടുന്നവരാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുശാഹദതുഹു ലിമിന്നത്തില്ലാഹി അലൈഹി, അള്ളാഹു അവന്റെ മേലെ ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങൾ, ഔദാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക, ബോധ്യപ്പെടുക എന്നുള്ളതാണ്. വഫദ്ലിഹി വതൗഫീഖിഹി ലഹു, അള്ളാഹു നൽകിയിട്ടുള്ള ഔദാര്യവും തൗഫീഖിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത്. വന്നഹു ബില്ലാഹി ലാ ബിനഫ്സിഹി, കാരണം അവൻ ചെയ്ത കർമ്മം എന്തല്ല, അവന്റെ കഴിവുകൊണ്ട് ചെയ്തതല്ല, അള്ളാഹു അവന്റെ മേലെ ചൊരിഞ്ഞ ഔദാര്യമാണ്. അഥവാ ഒരാൾ കർമ്മം ചെയ്ത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ് എന്ന നിലക്ക് ആളുകൾ കാണുന്ന നിലക്കോ അവന്റെ ഉള്ളിലോ എന്നൊക്കെ അതിനൊരു വില ആ നിലക്ക് ചിന്തിക്കുകയാണ്. അപ്പൊ അത് അവന്റെ അമലിനെ തകർത്ത് കളയുന്ന ഒരു കാര്യമാണ്, ആ അമലിന് ദോഷം വരുത്തുന്ന കാര്യമാണ്. അതിന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം അള്ളാഹു അവന്റെ മേലെ ചൊരിഞ്ഞ ഔദാര്യം ആലോചിക്കുക. അവൻ ചെയ്ത ഈ കർമ്മം അവന്റെ കൈ കൊണ്ടല്ല, അള്ളാഹുവിനെ കൊണ്ടാണ്. വന്നഹു ഇന്നമാ ഔജബ അമലഹു മശിയത്തുല്ലാഹി ലാ മശിയതുഹു, കാരണം അവൻ ആ കർമ്മം ചെയ്യാൻ സാധിച്ചത് അവന്റെ ഉദ്ദേശം കൊണ്ട് മാത്രമല്ല, അള്ളാഹുവിന്റെ ഉദ്ദേശം കൊണ്ടാണ്. അവൻ ഉദ്ദേശിച്ചു എന്നുള്ളതുകൊണ്ട് ഒരാൾക്ക് ഒരു കാര്യം ചെയ്യാനൊന്നും പറ്റൂല. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്, അതുകൊണ്ട് ആ കാര്യം ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അള്ളാഹു ഉദ്ദേശിച്ചുകൊണ്ടാണ് സാധിച്ചത്. കമാ ഖാല തആല, ഏതുപോലെ അള്ളാഹു തആല പറഞ്ഞു സൂറത്തു തക്വീരിലെ 29-ാമത്തെ ആയത്തിൽ, വമാ തശാഊന ഇല്ലാ അയ്യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ, അള്ളാഹു തആല ഉദ്ദേശിക്കാതെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ സാധിക്കില്ല. അഥവാ അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ നടക്കുകയുള്ളൂ. വന്നഹു ലൗ ഖുല്ലിയ ونفسه لم يكن من فعله الصالح شيء البتة وأنه لو خلي ونفسه لم يكن من فعله الصالح شيء البتة. ഇനി അവനും അവന്റെ നഫ്സുമായി മാത്രമായിട്ട് വിട്ടുകളഞ്ഞാൽ, അവന്റെ മനസ്സുമായിട്ട് മാത്രമാണ് വിട്ടുകളഞ്ഞിരുന്നെങ്കിൽ സാലിഹായിട്ടുള്ള സൽക്കർമ്മമായിട്ടുള്ള ഒന്നും ചെയ്യാൻ അവന് കഴിയില്ല. ഫഇന്ന നഫ്സ ജാഹിലത്തും വാലിമത്തുൻ, കാരണം നഫ്സ്, ഓരോരുത്തരുടെ നഫ്സും പ്രകൃതിയ ജാഹിലത്താണ്, അറിവില്ലാത്തതാണ്. വാലിമത്ത്, ഉൽമി ചെയ്യുന്നതാണ്. തബ്ഉഹാ അൽ കസൽ, അതിന്റെ പ്രകൃതി തന്നെ അലസതയാണ്, മടിയാണ്. വൈസാറു ഷഹവാത്തി വൽ ബാത്തില, അതുപോലെ തന്നെ ഷഹവത്തുകൾക്കും നിരർത്ഥകമായ കാര്യങ്ങൾക്കും സമയം കൊടുക്കലാണ്. നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി, അള്ളാഹുവിന്റെ തൗഫീഖൊന്നും ഇല്ല എന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ നമ്മുടെ നഫ്സിലേക്കാണ് വിട്ടുകളഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? വഹിയ മൻബഉ കുല്ലി ശർരിൻ വകുല്ലി സൂഇൻ, എല്ലാ ഷർറിന്റെയും തുടക്കവും എല്ലാ ദോഷത്തിന്റെ അവസാനവും അതാണ്. തുടക്കം അവസാനം ആ നഫ്സിൽ നിന്നാണ് ഉണ്ടാവുക. വമാ കാന ഹകദ ലം യസ്തുർ മിൻഹു ഖൈറുൻ, ഇങ്ങനെയുള്ള അവസ്ഥയിൽ ആ നഫ്സിൽ നിന്ന്, അവന്റെ സ്വന്തത്തിൽ നിന്ന് ഒരു നന്മ ഉണ്ടാവാൻ പോകുന്നില്ല. വലാ ഹുവ മിൻ ശൈഇഹി, അത് അവന്റെ കാര്യമാവൂല. അപ്പൊ അവന് സൽക്കർമ്മം ചെയ്യാൻ സാധിച്ചത്, അവനത് ഞാൻ ചെയ്തല്ലോ, ആളുകളുടെ മുമ്പിൽ ഞാൻ ആക്കിയല്ലോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് അള്ളാഹു നൽകിയ ഔദാര്യമാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അതിന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ ആഫാത്തിൽ നിന്ന് فالخير الذي يصدر منها انما هو من الله تعالى وبه, എന്തെങ്കിലും ഖൈറൊക്കെ അവന് കിട്ടുന്നുണ്ടെങ്കിൽ, ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹുവിനെ കൊണ്ട് മാത്രമാണ്. ലാ മിനൽ അബ്ദ്, അടിമയിൽ നിന്നല്ല. വലാ ബിഹി, അവനെ കൊണ്ടുമല്ല, അടിമയുടെ ഉദ്ദേശം കൊണ്ടുമല്ല, അവന്റെ കഴിവുകൊണ്ടുമല്ല. കമാ ഖാല തആല, ഏതുപോലെ അല്ലാഹു തആല സൂറത്തുൻ നൂറിൽ 21-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ വലാകിന്ന അല്ലാഹ യുസക്കി മൻ യശാ, അള്ളാഹുവിന്റെ ഔദാര്യവും കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളിൽ ഒരാളും തന്നെ പരിശുദ്ധി പ്രാപിക്കുകയില്ല. പക്ഷെ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ശുദ്ധീകരിക്കുന്നു. വഖാല അഹ്ലുൽ ജന്ന, സ്വർഗാവകാശികൾ പറയുന്ന വാക്ക് സൂറത്തുൽ അറാഫിലെ 43-ാമത്തെ ആയത്തിൽ കാണാം, അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, അല്ലാഹുവിന്റെ സ്തുതി, നമുക്ക് ഹിദായത്ത് നൽകിയ, ഈ സ്വർഗത്തിലേക്ക് വഴി കാണിച്ച
അള്ളാഹു ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹു ഹിദായത്ത് നൽകിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഹിദായത്തിലാകുമായിരുന്നില്ല. അപ്പോൾ അള്ളാഹുവിന്റെ ഔദാര്യമാണ്. فكل خير في العبد فهو مجرد فضل الله ومنته. എന്ത് ഖൈർ അടിമക്കുണ്ടെങ്കിലും അത് അള്ളാഹു എന്നുള്ള ഔദാര്യം മാത്രമാണ്. വഇഹ്സാനിഹി വനിഅമതിഹി, അള്ളാഹു ചെയ്യുന്ന ഇഹ്സാനും അനുഗ്രഹവുമാണ്. വഹുവൽ മഹ്മൂദു അലൈഹി, അള്ളാഹുവാണ് അതിന്റെ മേൽ സ്തുതിക്കപ്പെടേണ്ടവൻ, അല്ലാതെ ഞാൻ ചെയ്തു എന്ന നിലക്കല്ല. ഒരു കർമ്മം ചെയ്താൽ ഒന്നാമത്തേത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ള അവസ്ഥ ഉണ്ട് എന്നെങ്കിൽ അതിന് രക്ഷപ്പെടാൻ മാർഗം ഇതാണ്. ഫറുഇയത്തുൽ അബ്ദി ലിഅമാലിഹി ഫിൽ ഹഖീഖ, യഥാർത്ഥത്തിൽ അവൻ ചെയ്ത കർമ്മങ്ങളെ കുറിച്ചുള്ള ഒരു അടിമയുടെ ചിന്ത എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറുഇയതിഹി ലിസിഫാതിഹിൽ ഖൽഖിയ, അവന്റെ സൃഷ്ടിപരമായിട്ടുള്ള സിഫത്തുകളിലേക്ക് നോക്കുന്ന പോലെ ആയിരിക്കണം. അതായത് ഇപ്പോൾ ഒരാൾ കുറെ സൽക്കർമ്മം ചെയ്തു, കുറെ പണം സദഖ കൊടുത്തു, കുറെ നിസ്കരിച്ചു, കുറെ രാത്രി നിസ്കരിച്ചു, കുറെ നോമ്പ് നോറ്റു, അങ്ങനെ ചെയ്യാവുന്ന സൽക്കർമ്മമൊക്കെ ചെയ്തു. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു അടിമക്ക് അവന്റെ കർമ്മങ്ങളെ അവൻ നോക്കിക്കാണുന്നത് ഏത് നിലക്കായിരിക്കണം? അവന്റെ സൃഷ്ടിപരമായിട്ടുള്ള അവന്റെ ഏതെങ്കിലും അവയവങ്ങളിലേക്ക് നോക്കുന്ന പോലെ ആയിരിക്കണം, വിശേഷങ്ങളിലേക്ക് നോക്കുന്ന പോലെ. അതുപോലെ മിസ്സംഇഹി വബസ്രിഹി, അവന്റെ വിശേഷണങ്ങൾ കേൾക്കുക, കാണുക, വഇദ്റാഖിഹി വഖുവ്വതിഹി, അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവന്റെ ശക്തി, ബൽ മിൻ സിഹ്ഹതിഹി, അവന്റെ ആരോഗ്യം, വസലാമത്തി അഅ്ദാഇഹി, അവന്റെ അവയവങ്ങളുടെ സുരക്ഷിതമായിട്ടുള്ള അവയവങ്ങൾ, വനഹ്വിദാലി, അതുപോലുള്ള കാര്യങ്ങളിലേക്കായിരിക്കണം. ഫൽകുല്ലു മുജറദു അതാഇല്ലാഹി വനിഅമതിഹി വഫദ്ലിഹി, അതൊക്കെ എന്താണ്? അള്ളാഹു അവന് നൽകിയിട്ടുള്ള ഔദാര്യമാണ്, അള്ളാഹു അവന്റെ ഔദാര്യമായി നൽകിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ചാൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടാണ് നമ്മൾ കേൾക്കുന്നത്. ഇപ്പൊ ജന്മനാ കേൾവി ശക്തി ഇല്ലാത്ത എത്ര ആൾക്കാരുണ്ട്? നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ കഴിവുകൊണ്ടാണോ കാണുന്നത്? ജന്മനാ കാഴ്ച ശക്തി ഇല്ലാത്ത എത്ര ആൾക്കാരുണ്ട്? അല്ലെങ്കിൽ ഉണ്ടായിട്ട് പോയ എത്ര ആൾക്കാരുണ്ട്? രോഗം വന്ന ആളുകൾ എത്ര ആൾക്കാരുണ്ട് കണ്ണിന്? അതുപോലെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നം വരുന്നുണ്ട്? അപ്പൊ അതുപോലെ അതൊന്നും നമ്മുടെ കൈകൊണ്ടല്ലല്ലോ, നമ്മുടെ കൈകൊണ്ടല്ലല്ലോ കേൾക്കുന്നത്, നമ്മുടെ കൈകൊണ്ടല്ലോ കാണുന്നത്. അതുപോലെയായിരിക്കും യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനായിട്ടുള്ള, അല്ലെങ്കിൽ ഇത് ബോധ്യപ്പെട്ട ഒരുത്തന്റെ അവന്റെ കർമ്മങ്ങൾ, അവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിലേക്കുള്ള അവന്റെ നോട്ടം. അവൻ ഒരു സൽക്കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ് ചെയ്യാൻ സാധിച്ചത്. നമ്മൾ കേൾക്കുന്നതും കാണുന്നതും പോലെയാണ് ആ കർമ്മം ഞാൻ ചെയ്തത്, അതായത് ഞാൻ ചെയ്തതാണ് എന്നുള്ള ധാരണ ഉണ്ടാവില്ല. അതാണ് ഒന്നാമത്തെ ആഫാത്തിനുള്ള പരിഹാരം. രണ്ടാമത്തേത് സൽക്കർമ്മം ചെയ്യുന്നതിന് ബാധിക്കുന്നതാണ് ത്വലബുൽ ഇവദി അലൈഹി. അതിന് മുമ്പ് ഷെയ്ഖ് അവസാനം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് ഫല്ലദി യുഖല്ലിസുൽ അബ്ദ മിൻ ഹാദിഹിൽ ആഫ, ഈ ഒരു ആഫത്തിൽ നിന്ന്, അഥവാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ് എന്നുള്ള ചിന്തയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന കാര്യം മഅരിഫത്തു റബ്ബിഹി വ മഅരിഫത്തു നഫ്സിഹി, റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കലും അവന്റെ സ്വന്തത്തെ കുറിച്ച് മനസ്സിലാക്കലാണ്. ഇനി രണ്ടാമത്തെ ദോഷം, ഒരാൾ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അവന് ബാധിക്കുന്നത് ത്വലബുൽ ഇവദി അലൈഹി, ചെയ്ത കർമ്മത്തിന് പകരം കിട്ടണം, അല്ലെങ്കിൽ പകരം കിട്ടാൻ ഞാൻ യോഗ്യനാണ് എന്നുള്ള ചിന്ത. അതിനെപ്പറ്റി പറയാണ് വല്ലദി യുഖല്ലിസുഹു മിൻ ത്വലബിൽ ഇവദി അലൽ അമൽ, ചെയ്തൊരു കർമ്മത്തിന് പകരം കിട്ടാൻ ഞാൻ യോഗ്യനാണ് എന്ന നിലക്കുള്ള ചിന്ത ഉണ്ടാകുമ്പോൾ അതും കർമ്മത്തിന് ദോഷം ചെയ്യുന്ന കാര്യമാണ്, ഇഖ്ലാസിനെ നശിപ്പിക്കുന്ന കാര്യമാണ്. അതിനുള്ള പരിഹാരം എന്താണ്? അത് ഒഴിവാക്കാനുള്ള പരിഹാരം എന്താണ്? ഇൽമുഹു ബിഅന്നഹു അബ്ദുൻ മഹ്ദുൻ, അവന് ബോധ്യം ഉണ്ടാവുക ഞാൻ വെറും അടിമയാണ്. വൽ അബ്ദു ലാ യസ്തഹിഖു അലാ ഖിദ്മതിഹി ലിസയ്യിദിഹി ഇബവൻ വലാ ഉജ്റതൻ, ഒരടിമ എന്താണ്? ഒരിക്കലും യോഗ്യനല്ല യജമാനന് ചെയ്യുന്ന ഖിദ്മത്തുകൾക്ക് പകരം കിട്ടാനോ കൂലി കിട്ടാനോ യോഗ്യനല്ല. അതായത് ഒരു അടിമയായിട്ട് ഒരാളുണ്ട് എങ്കിൽ, ഒരാൾക്കൊരു അടിമ ഉണ്ട് എന്നെങ്കിൽ ആ യജമാനൻ പറയുന്ന അനുസരിച്ച് പണിയെടുക്കുക എന്നുള്ളതാ. അവന് കൂലി കൊടുക്കണോ അല്ലെങ്കിൽ ആ പണിയെടുത്തതിന് പകരം യജമാനൻ കിട്ടണോ എന്ന് ചോദിക്കാനോ യോഗ്യതയോ അവനില്ല. അതുപോലെയാണ് അള്ളാഹുവിന് മുമ്പിൽ നീ എന്നുള്ള ബോധം ഉണ്ടാവണം. അടിമക്ക് അവൻ എന്ത് ചെയ്താലും അതിനൊക്കെ പകരം കിട്ടണം ചോദിക്കാൻ ഒരു അവകാശമില്ല, യോഗ്യതയുമില്ല. ഇത് ഹുവ യഖ്ദിമുഹു ബിമുഖ്തദാ ഉബൂദിയതിഹി, അവൻ എന്ത് ഖിദ്മത്ത് അള്ളാഹുവിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഉബൂദിയത്ത് കൊണ്ട്, അടിമയാണ്, അവൻ അടിമയാണെങ്കിൽ അത് ചെയ്യണം, അത്രേ ഉള്ളൂ. അല്ലാതെ എന്ത് കിട്ടും എന്നുള്ള നിലക്കല്ല. ഫമാ യനാലുഹു മിൻ സയ്യിദിഹി മിനൽ അജ്രി വസ്സവാബി തഫദ്ദുലുൻ മിൻഹു, ഇനി എന്തെങ്കിലും ഒരു കാര്യം അവന്റെ യജമാനിൽ നിന്ന് പ്രതിഫലമായിട്ട് കിട്ടുന്നുണ്ട് എങ്കിൽ അത് ഒരു ഔദാര്യമായിക്കൊണ്ട് മാത്രമാണ്. വഇഹ്സാനുൻ ഇലൈഹി, അല്ലാഹു യജമാനിൽ നിന്നുള്ള ഒരു ഇഹ്സാനാണ്. വഇൻആമുൻ അലൈഹി, അനുഗ്രഹമാണ്. ലാ മുആവളത്തുൻ, അത് പകരം കിട്ടുന്നതല്ല, ചെയ്തതിന് പകരം കിട്ടുന്നതല്ല. അതായത് എത്ര കാലം ഇബാദത്ത് ചെയ്തു, അതിന് പകരമായിട്ട് സ്വർഗം തരണം, അല്ലെങ്കിൽ പകരമായിട്ട് എന്തെങ്കിലും തരണം, അല്ലെങ്കിൽ പകരമായിട്ട് ഇങ്ങനെ തരണം. ചില ആളുകൾക്ക് ധാരണ ഉണ്ട്, അള്ളാഹുവിനെ മനസ്സിലാക്കാത്ത ചില ആളുകൾ എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ട് അള്ളാഹു എന്നോട് എന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും അതിനവൻ യോഗ്യനല്ല. ഇതിൽ ഉജ്റത്തു ഇന്നമാ യസ്തഹിഖുഹാ അൽ ഹുർ, ഈ പ്രതിഫലം അല്ലെങ്കിൽ
പകരം കൂലി കിട്ടുക എന്നുള്ളത് സ്വതന്ത്രനായിട്ടുള്ള ഒരാൾക്കുള്ളതാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒക്കെ അടിമയാണ്. അള്ളാഹ് ആ രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ജോലിക്ക് ഒരാളെ വിളിച്ചു, നമ്മുടെ അടിമയല്ലാത്ത സ്വതന്ത്രനായിട്ട് ഒരാൾ ജോലിക്ക് വിളിച്ചാൽ അവന് കൂലി ചോദിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ നമ്മുടെ അടിമയായിട്ട്, അടിമ സമ്പ്രദായത്തിൽ അടിമയായിട്ട് ഒരാളുണ്ട് എങ്കിൽ അവനെന്തില്ല, അവനത് കൂലി ചോദിക്കാൻ യോഗ്യതയില്ല. അപ്പൊ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അടിമകളാണ്. അടിമയും പകരം ചോദിക്കാൻ അവകാശിയല്ല. ഔ അബ്ദുൽ ഗൈരി, അല്ലെങ്കിൽ വേറൊരാളുടെ അടിമയാണ്. അതായത് അടിമ സമ്പ്രദായത്തില് വേറൊരാളുടെ അടിമനെ നമ്മൾ പണിക്ക് വിളിച്ചാലും അവന് കൂലി കൊടുക്കാം. പക്ഷെ അള്ളാഹുവിന്റെ അടിമയാണ് നമ്മളെല്ലാവരും. അപ്പൊ അള്ളാഹുവിന് എന്തില്ല, ആ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പകരം വാങ്ങാൻ അവകാശമില്ല. ഫഅമ്മാ അബ്ദുഹു നഫ്സിഹി ഫലാ, ഒരാൾ അടിമയായിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ഫഅമ്മാ അബ്ദുഹു നഫ്സുഹു ഫലാ, ഒരാൾ അടിമ തന്നെയാണെങ്കിൽ, ഒരാളുടെ അടിമയാണ് എങ്കിൽ അവനെന്തില്ല, പകരം വാങ്ങാൻ സാധിക്കില്ല. അപ്പോൾ ഒരാളുടെ കർമ്മത്തെ പൊളിച്ചു കളയുന്ന ഒന്നാമത്തെ കാര്യം, കർമ്മം ഞാനൊക്കെ ചെയ്യുന്ന ആളാണ് എന്ന നിലക്ക് അതിനുള്ള പരിഹാരം ഒന്നാമത് പറഞ്ഞു. രണ്ടാമത്തേത് എനിക്ക് പകരം കിട്ടണം, ഞാൻ ഇത് ചെയ്തതിന് പകരം കിട്ടാൻ അർഹനാണ് എന്നുള്ള ചിന്ത, അതിനുള്ള മറുപടിയാണ് ഒരു അടിമക്ക് അതിനുള്ള ഒരു അവകാശവും ഇല്ല. മൂന്നാമത്തെ അവസ്ഥ, ചെയ്ത കർമ്മങ്ങൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നു എന്ന നിലക്ക് ഒരാൾ തൃപ്തിപ്പെടുന്ന, സമാധാനം കൊള്ളുന്ന അവസ്ഥ, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം, ഇത് ഇഖ്ലാസിനെ തകർക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒരു കർമ്മത്തിൽ ഇഖ്ലാസിനെ തകർക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഈ പറഞ്ഞത്, ആഫത്തുകൾ. അതിനുള്ള പരിഹാരമാണ്. വല്ലദി യുഖല്ലിസുഹു മിൻ റിളാഹു ബിഅമലിഹി വസുകൂനിഹി ഇലൈഹി അംറാൻ, ഒരാൾക്ക് അവൻ ചെയ്ത കർമ്മത്തിന് ഞാൻ ഇതൊക്കെ ചെയ്തു, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞു എന്നുള്ള നിലക്ക് ആ ഒരു തൃപ്തിയും സമാധാനത്തിന് അപകടമാണ് ആ കാര്യം. അതിന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്താലിഅതു ഉയൂബിഹി വആഫാതിഹി, അവന്റെ കുറവുകളും അവന്റെ ന്യൂനതകളും അവന്റെ വീഴ്ചകളും ഒക്കെ പരിശോധിക്കുക. വതഖ്സീരിഹി ഫീഹി, ചെയ്യുന്ന കർമ്മത്തിലുള്ള കുറവുകളെ കുറിച്ച് ആലോചിക്കുക. വമാ ഫീഹി മിൻ ഹബ്ബിൻ നഫ്സ്, അവൻ ചെയ്ത കർമ്മത്തിൽ തന്നെ നഫ്സിനൊരു ഓഹരി പോയിട്ടുണ്ടാവും. അഥവാ നഫ്സ് അതൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അശ്രദ്ധയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തയിലോ ഒക്കെ ആയിട്ട് കുറെ നഫ്സ് എടുത്തിട്ടുണ്ടാവും. വനസീബി ഷെയ്ത്താൻ കുറച്ച് എടുത്തിട്ടുണ്ടാവും. ഇപ്പൊ നിസ്കരിക്കുന്ന സമയത്ത് തന്നെ ഷെയ്ത്താന്റെ വക കുറച്ച് നിസ്കാരത്തിൽ ശ്രദ്ധ അതും തെറ്റിച്ച് എടുത്തിട്ടുണ്ടാവും. നമ്മുടെ സ്വന്തത്തിന്റെ വക വേറെ കുറെ ചിന്തകളായിട്ട് അതും പോയിട്ടുണ്ടാവും, നിസ്കാരത്തിന്റെ വിഷയത്തിൽ മാത്രം. അങ്ങനെ എല്ലാ കർമ്മത്തിലും അങ്ങനെ ഉണ്ടാവും. ഫഖല്ല അമലു മിനൽ അഅമാലി ഇല്ലാ വലിശ്ശൈത്താനി ഫീഹി നസീബുൻ വഇൻ ഖല്ല വലിന്നഫ്സി ഫീഹി ഹബ്ബുൻ, കർമ്മങ്ങളിൽ ഷെയ്ത്താനൊരു ഓഹരിയും നഫ്സിനൊരു ഓഹരിയും കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കർമ്മങ്ങളിൽ തന്നെ അധിക കർമ്മത്തിലും ഷെയ്ത്താനും നഫ്സിനും ഒരു ഓഹരി അവിടെ പോകുന്നുണ്ടാകും, എന്നിട്ട് ബാക്കി ഉണ്ടാവുള്ളൂ. ഇപ്പോ ഞാൻ കുറെ കർമ്മം ചെയ്തു എന്നുള്ളത് തൃപ്തിപ്പെട്ട് സമാധാനം കൊള്ളുന്ന ഒരുത്തൻ അങ്ങനെ ഒരാൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ അവൻ ആലോചിക്കേണ്ട കാര്യം അവൻ ചെയ്ത കർമ്മങ്ങളുടെ ന്യൂനതകളും അവന്റെ കുറവുകളും കർമ്മങ്ങളുടെ ന്യൂനതകളും. സുഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഇൽതിഫാത്ത് റജുൽ ഫി സ്വലാത്തിഹി, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, ഒരാൾ നിസ്കാരത്തിൽ ഇങ്ങനെ ശ്രദ്ധ പോവാണ്, ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശ്രദ്ധ പോകുന്ന അവസ്ഥ. ഫഖാല, അപ്പോൾ പറഞ്ഞു, ഹുവ ഇഖ്തിലാസുൻ യഖ്തലിസു ശൈത്താൻ മിൻ സ്വലാത്തിൽ അബ്ദ്, അതൊരു അടിമയുടെ നിസ്കാരത്തിൽ നിന്ന് ഒരു ഷെയ്ത്താൻ പെട്ടെന്ന് എടുത്തോണ്ട് പോകുന്ന കാര്യങ്ങളാണ് എന്ന് പറയാം. അപ്പൊ ഷെയ്ത്താൻ ഒരു ഓഹരി നമ്മുടെ നിസ്കാരത്തിലുണ്ട്, അതുപോലെ എല്ലാ വിഭാഗത്തിലും ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളിലും സംഭവിക്കും. ഫൈദാ കാന ഹാദൽ ഇൽതിഫാത്ത് ത്വർഫിഹി ഔ ലഹ്വിഹി, ആ ഒരു എടുക്കൽ അതൊരു ചെറിയ നിമിഷത്തിലും അതുപോലെ തന്നെ ഒരു സെക്കൻഡിലാണ്, നിസ്കാരത്തിന്റെ ഒരു നിമിഷത്തിൽ നടക്കുന്ന കാര്യമാണ്. ഫകൈഫ ഇൽതിഫാത്തു ഖൽബിഹി ഇലാ മാ സിവല്ലാഹ്, എന്നാൽ അതേസമയം കൽബിൽ അള്ളാഹു അല്ലാതെ വേറൊരാളിലേക്ക് തിരിഞ്ഞു പോയാൽ അവസ്ഥ എന്താണ്? അഥവാ ഞാൻ ചെയ്തു ഇതാക്കിയെന്നൊക്കെ സമാധാനം കൊള്ളുന്നുണ്ടല്ലോ. അപ്പൊ കൽബില് ഇഖ്ലാസ് അള്ളാഹുക്ക് വേണ്ടി മാത്രമല്ലാതെ വേറൊരാളിലേക്ക് ചെരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ? ഹാദാ അളമു നസീബി ശൈത്താനി മിനൽ ഉബൂദിയ്യ, അത് കൽബിൽ അള്ളാഹു അല്ലാത്ത വേറൊരാൾ വരിക എന്നുള്ളത് ഷെയ്ത്താനിന്റെ ഉബൂദിയത്തിന്റെ വിഷയത്തിൽ അള്ളാഹുലേക്കുള്ള അടിമത്തം തെളിയിക്കുന്നതിൽ ഷെയ്ത്താന്റെ ഏറ്റവും വലിയൊരു ഓഹരിയാണ്. അസ്സാനി, അത് ഒന്നാമത്തെ ഇനം. ചിന്തിക്കുക എന്നുള്ളത് അതിന് പരിഹാരമായിട്ടുള്ളത്. രണ്ടാമത്തേത് ഇൽമുഹു ബിമാ യസ്തഹിഖുഹു റബ്ബു മിൻ ഹുഖൂഖിൽ ഉബൂദിയ്യ, രണ്ടാമത്തെ അവന് ബോധ്യം ഉണ്ടാവുക, അവന് മനസ്സിലാവുക, ബോധ്യപ്പെടുക ഉബൂദിയത്തിന്റെ അവകാശത്തിൽ അള്ളാഹുവിന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്. വആദാബിഹ അദ്ദാഹിറ വൽ ബാത്തിന, അതുപോലെ തന്നെ അള്ളാഹുവിനോട് ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള അദബുകൾ എന്തൊക്കെയാണ്. വശുറൂതിഹ, അതിന്റെ ഷർത്തുകൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളെല്ലാം ശരിക്ക് ബോധ്യപ്പെടുക എന്നുള്ളതാണ്. കാരണം വന്നൽ അബ്ദ അദ്അഫു വഅജസു അഖല്ലു മിൻ അൻ യുവഫിയഹ ഹഖഹ, കാരണം ഒരു അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ദുർബലനാണ്. അള്ളാഹുവിനോടുള്ള ഹക്ക് ഏറ്റവും പരിപൂർണമായി വീട്ടിൽ കൊടുക്കുന്നതിൽ അവൻ ദുർബലനായിരിക്കും. അവൻ എങ്ങനെ ചെയ്താലും അള്ളാഹുവിനോടുള്ള ഹക്ക് വീട്ടുന്നതിന്റെ പരിപൂർണത വീട്ടാൻ കഴിയില്ല.
വയർദാ ബിഹാ ലിറബ്ബിഹി, ഒരു കർമ്മം ചെയ്തിട്ട് ഞാൻ എൻ്റെ റബ്ബിന് ഇന്നൊക്കെ ചെയ്തിട്ടുണ്ട് തൃപ്തിപ്പെടാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ അവൻ ആവൂല, അവന്റെ കർമ്മങ്ങൾ അത്ര പരിപൂർണ്ണമാവൂല. ഫൽആരിഫു ലാ യർദാ ബിശൈഇൻ മിൻ അമലിഹി ലിറബ്ബിഹി, അള്ളാഹുവിനെ മനസ്സിലാക്കിയ ഒരാൾ, ബോധ്യപ്പെട്ട ഒരാൾ, അവൻ എത്ര വലിയ കർമ്മം ചെയ്താലും എന്തൊക്കെ കർമ്മം ചെയ്താലും അവനൊരിക്കലും അവന്റെ റബ്ബിനു വേണ്ടി അത് തൃപ്തിപ്പെടൂല. അതായത് റബ്ബിനെ അങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന നിലക്ക് ആ ഒരു അവസ്ഥ ഉണ്ടാവൂല. വലാ യർദാ നഫ്സഹു ലില്ലാഹി തആല തർഫത ഐൻ, ഒരിക്കലും അവൻ ഞാൻ ഇങ്ങനെ ഒക്കെ ചെയ്ത ആളാണ് എന്ന നിലക്ക് അള്ളാഹുവിന് പറ്റിയ ഒരാളായിരിക്കും ഞാൻ നിലക്ക് അവൻ തൃപ്തിപ്പെടൂല. വയസ്തഹി മിൻ മുഖാബലത്തില്ലാഹി ബിഅമലിഹി, അവൻ എപ്പോഴും ലജ്ജയായിരിക്കും. അവന്റെ കർമ്മങ്ങൾ അള്ളാഹുവിന് മുമ്പിൽ വെക്കുമ്പോൾ അതിന് കുറവുണ്ടല്ലോ, ന്യൂനത ഉണ്ടല്ലോ, വീഴ്ച ഉണ്ടല്ലോ, പ്രശ്നമുണ്ടല്ലോ, അള്ളാഹുവിനോടുള്ള ഹക്ക് വീട്ടിയ നിലക്കല്ലല്ലോ എന്നുള്ള ചിന്തയായിരിക്കും ഉണ്ടാവുക. അപ്പോ ഒരാൾക്ക് ചെയ്ത കർമ്മങ്ങളാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന, നല്ലൊക്കെ ചെയ്തു എന്നുള്ള ആ ഒരു തൃപ്തിപ്പെടുന്ന സമാധാനം കൊള്ളുന്ന അവസ്ഥ രണ്ട് നിലക്കാണ് അതിന് ഒഴിവാകാനുള്ളത്. ഒന്ന്, അവൻ ചെയ്ത കർമ്മങ്ങളുടെ ന്യൂനത ആലോചിക്കുക. രണ്ട്, ആർക്ക് വേണ്ടിയാണോ ചെയ്തത് അവനോടുള്ള ഹക്കിന്റെ പരിപൂർണത ആലോചിക്കുക. ഒരു ആരിഫിന് ഉണ്ടാവുക എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ സ്വന്തത്തിനോടാവട്ടെ അവന്റെ കർമ്മങ്ങളോടാവട്ടെ ഒരു സൂء തന്നെ ആയിരിക്കും. ഓരാ ചെയ്ത് ശരിയായിട്ടില്ല, കുറവാണ്, റെഡി ആയിട്ടില്ല. വബുഗ്ദുഹു ലഹ, ആ കർമ്മങ്ങളോടൊരു വെറുപ്പായിരിക്കും. അതായത് എത്രയല്ലേ ചെയ്തിട്ടുള്ളൂ, വെറുപ്പ് പറഞ്ഞ അർത്ഥത്തിൽ എത്രയല്ലേ ചെയ്തിട്ടുള്ളൂ എന്ന്. വകറാഹതുഹു ലിഅൻഫാസിഹി വസുഊദുഹാ ഇലല്ലാഹ്, ഇതൊരു ഭാഷാപരമായിട്ടുള്ള പ്രയോഗമാണ്. അഥവാ അവന്റെ നിശ്വാസങ്ങൾ, അവന്റെ നിശ്വാസത്തിനോട് തന്നെ വെറുപ്പായിരിക്കും. അവന്റെ ഓരോ നിശ്വാസം പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുക്കുന്ന, അള്ളാഹുവിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ആയുസിന്റെ സമയത്ത് ഓരോ നിമിഷവും ഞാൻ അള്ളാഹുക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഒക്കെ നഷ്ടമാണല്ലോ, അല്ലെങ്കിൽ കുറവാണല്ലോ എന്നുള്ളതായിരിക്കും അവന്റെ ചിന്ത ഉണ്ടാവുക. അങ്ങനെ ഒരു ചിന്തയായിരിക്കും അവൻ ഉണ്ടാവുക. യഹൂലു ബൈനഹു വബൈന റിളാ ബിഅമലിഹി, ഈ ചിന്തകൾ അവന്റെയും അവൻ ചെയ്ത കർമ്മത്തിന്റെ മേലെയും എല്ലാം ഒരു തൃപ്തിപ്പെടുന്നതിന്റെ ഇടയിൽ മറയിടും. അവനവന്റെ സ്വന്തത്തിനെ തൊട്ടും തൃപ്തിപ്പെടും. ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത ആളാണ് എന്ന നിലക്ക് അവൻ സ്വന്തത്തിലും തൃപ്തിപ്പെടൂല, അവൻ അവന്റെ കർമ്മത്തിന്റെ മേലെയും തൃപ്തിപ്പെടൂല. കാരണം അവൻ എപ്പോഴും സ്വന്തം ഞാൻ ചെയ്ത് ഞാൻ പോരാ, ഞാൻ കുറവാണ്, ഞാൻ ശരിയായിട്ടില്ല എന്ന നിലക്കായിരിക്കും അവന്റെ ചിന്ത ഉണ്ടാവുക. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് അവന്റെ കർമ്മങ്ങളിൽ ന്യൂനത ആലോചിക്കണം, രണ്ട് അവന്റെ റബ്ബിനോടുള്ള ഹക്കിന്റെ അവസ്ഥ ആലോചിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ഈ മൂന്നാമത്തെ ആഫത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അതുപോലെ ഒരാൾ ഇഖ്ലാസിനെ ഒരു അമല് ചെയ്യുമ്പോൾ ആ ഇഖ്ലാസിനെ തകർത്ത് കളയുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ആളുകൾ കാണുക, അല്ലെങ്കിൽ അതിനെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു എന്ന നിലക്കുണ്ടാവുന്ന ഒരു അവസ്ഥ. രണ്ട്, ഞാൻ ചെയ്തതിന് പകരം കിട്ടുന്ന അവസ്ഥ. മൂന്ന്, ഞാൻ ചെയ്തതിന്റെ മേലൊരു സമാധാനം കൊള്ളുന്ന അവസ്ഥ. ഈ മൂന്നെണ്ണത്തിനുള്ള പരിഹാരമാണ് ഇവിടെ പറഞ്ഞത്. ഇതിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ് ഒരാൾ ഇഖ്ലാസ് ഉള്ള ഒരു വ്യക്തിയാകുന്നതും അവന്റെ കർമ്മം ഇഖ്ലാസ് ഉള്ളതാകുന്നതും മൻസിലത്തുൽ ഇഖ്ലാസ് അവന് നേടാൻ സാധിക്കുന്നതും. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.